ഇപ്പോൾ നമ്മൾ മധ്യയായിരിക്കുന്ന ബ്രദർ സരസൻ താൻ 34 കേസുമായിട്ട് ബന്ധപ്പെട്ട് പലവട്ടം ജയിലിൽ കയറുന്ന മനുഷ്യനാണ്. എന്നാൽ ജയിലിൽ വെച്ചിട്ട് അവസാനം താൻ ജയിലിൽ കയറുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം കൊടുക്കാനിടയായി. താൻ യേശുവിന് വേണ്ടി തന്റെ ഹൃദയം കൊടുത്തു. താൻ ജയിലിനകത്ത് തീരുമാനമെടുത്തു, ഇനി എൻ്റെ വീട്ടുകാരെക്കാളും എൻ്റെ മറ്റുള്ള എല്ലാവരെക്കാളും ഞാൻ എൻ്റെ യേശുവിനെ പിൻപറ്റും എന്ന് തീരുമാനമെടുത്തു. തന്റെ ശിക്ഷ കഴിഞ്ഞ് താൻ ഭവനത്തിൽ പോകുന്നതിന് ഉപരിയായിട്ട് താൻ ആദ്യം വന്നത് നമ്മൾ പ്രിസം ഹോസ്പിറ്റലിൻ്റെതായിരിക്കുന്ന ഓഫീസിലായിരുന്നു കടന്നു വരാനിടയായത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ തന്നെ ഭവനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ താൻ വളരെ സന്തോഷമായി ജീവിക്കുന്നു. തന്റേതായ സ്വന്തം അനുഭവം താൻ തന്നെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനായി ബ്രദർ സരസനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുമാറാകട്ടെ. എൻ്റെ പേര് സരസൻ എന്നാണ്. എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി സ്വദേശിയാണ് ഞാനിപ്പോൾ ഇളമക്കരയിൽ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കുന്നു. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈഴവ സമുദായത്തിൽ എനിക്ക് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്നെ എന്ന് എൻ്റെ സഹോദരന്മാരെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ തന്നെ അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോയി, അമ്മ അമ്മയുടെ വഴിക്ക് പോയി, മക്കൾ മക്കളുടെ വഴിക്ക് പോയി. ഒരു സിനിമാ കഥ പോലെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതകഥ മുമ്പുണ്ടായിരുന്നത്. എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ആര് സ്നേഹിക്കുന്നു, സമൂഹം സ്നേഹിക്കുന്നില്ല, ആരും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അവർ അവരുടെ വഴിക്ക് പോയി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയി. ജീവിതത്തിൽ എല്ലാം കൊണ്ടും തകർന്നിരുന്നപ്പോൾ ഞാൻ വീട് വിട്ട് ഇറങ്ങാൻ ഇടയായി. സഹോദരരെ കാണാൻ പറ്റിയില്ല. അങ്ങനെ എങ്ങോട്ടൊക്കെ പോയെന്ന് അറിയത്തില്ല. ഇന്ത്യയുടെ ഭാഗങ്ങളിൽ പോയി. അങ്ങനെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു. പല ജോലികളും ചെയ്തു. അവസാനം ഒരു ഓട്ടോറിക്ഷ എനിക്ക് കിട്ടാൻ ഇടയായി. അങ്ങനെ 96-ൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. ആ വർഷം തന്നെ എൻ്റെ ഇളയ സഹോദരിയുടെ ബന്ധത്തിൽ പെട്ട ഒരു റിലേഷനുമായിട്ട് വിവാഹാലോചന അവർ നടത്തുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നു. അപ്പോൾ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നപ്പോൾ ഒരു ആശ്വാസം കിട്ടി. പക്ഷേ അത് അത്ര നിലനിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം വീട്ടിൽ സ്നേഹമുണ്ട്, ഭാര്യയുണ്ട്. പക്ഷേ ആ വീട് ഏതാണ്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു തോന്നി. വീണ്ടും അങ്ങനെ എൻ്റെ ചിന്ത അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി. അദ്ദേഹത്തിൻ്റെ പേര് റേഞ്ചർ രാജേന്ദ്ര പ്രസാദ്. കള്ളനായിരുന്നു അയാൾ. എങ്കിലും അറിഞ്ഞുകൊണ്ട് ഞാൻ അയാളുടെ കൂടെ കൂട്ടുകൂടി. എൻ്റെ പൈശാചിക ബന്ധമായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും പിന്നീട് അത് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇങ്ങനെ പകല് ഓട്ടോറിക്ഷ ഓടിക്കുകയും രാത്രി കളവിനെ കൂട്ടുകയും ചെയ്തു. അങ്ങനെ കക്കാനും പോയി, പിടിച്ചുവരെ എല്ലാ ക്രിമിനൽ വകുപ്പും എനിക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ. അങ്ങനെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, വീട് നന്നാക്കണം, സമൂഹത്തിൽ മാന്യന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെ അറിയുന്ന കൂട്ടുകാരുണ്ട്, അവരുടെ മുമ്പിലൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ചിന്ത എന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു. അങ്ങനെ വീണ്ടും ക്രിമിനൽ വകുപ്പിൽ അങ്ങനെ മോഷണത്തിന് ഇറങ്ങുന്ന ഇടയായി. 98-ൽ ഞാൻ ആദ്യമായിട്ട് പിടിക്കപ്പെടുക ഇടയായി മോഷണത്തിന്. അതിന് മുമ്പൊക്കെ എന്നെ ഞാൻ പിന്നെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, മുമ്പ് ജയിലിൽ പോയിട്ടുമുണ്ട്. പക്ഷെ എന്നാലും വിവാഹ ജീവിതം വന്നപ്പോൾ അതുകൊണ്ട് സെറ്റപ്പ് ആകണമെങ്കിൽ പണം തന്നെ വേണം, സമൂഹത്തിൽ എല്ലാവരും മുമ്പ് മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ള എന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടപ്പോൾ അങ്ങനെയാണ് 98-ൽ ഞാൻ മോഷണ കേസിൽ പ്രതിയായിട്ട് വീണ്ടും അകത്തു പോകാനിടയായി. അങ്ങനെ ആ കൂട്ടുകാരോടൊപ്പമാണ് പോയത്. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി. എൻ്റെ ഭാര്യയും എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരും കൂടി ഞാൻ ജാമ്യത്തിലെടുത്ത് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ നിൽക്കക്കില്ല എന്നിട്ട് ഒരവസ്ഥ വരാനിടയായി. അങ്ങനെ വീണ്ടും തെറ്റുകളിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ എന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിട്ട്. കാരണം മാന്യമായിട്ട് വിജയിക്കാൻ കഴിയാത്ത മോഷണ കേസിലെ പ്രതിയായിട്ട് പോലീസിന്റെ കണ്ണിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ വീണ്ടും കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് എനിക്ക് സമാധാനം എന്നിട്ടും കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും അകത്തുപോയി. അങ്ങനെ ആരും അന്വേഷിക്കാൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ വന്ന് ജാമ്യത്തെടുത്ത് വീണ്ടും അങ്ങനെ പല പ്രാവശ്യം വീണ്ടും ഇറങ്ങാൻ കയറിയ ഒരു പതിവായി. അങ്ങനെ അവസാനമായിട്ട് 2003 ഞാൻ അകപ്പെട്ടു. 2003 അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് രക്ഷ ഒരു പിടിയും കിട്ടില്ല. ഏകദേശം 33 കേസ് എനിക്ക് വന്നു. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് തന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, അവരെയൊക്കെ കാണണമല്ലോ എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം ആരും എന്നെ സഹായിക്കുന്നില്ല. പൈസ ഉണ്ട് എന്നിട്ട് പോലും ആരും സഹായിക്കുന്നില്ല. കാരണം ജീവിതം ഇനി ഒരിക്കലും ഇല്ല. ഞാൻ ഉറപ്പിച്ചു ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ വഴിയില്ല.
ഏകദേശം 140 വർഷം ശിക്ഷ കിട്ടുന്ന വകുപ്പുള്ള കേസാണ് 33 കേസ് എന്ന് പറയുമ്പോൾ. ഇതൊക്കെ എന്നെ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. അട്ടക്കുറങ്ങന സബ് ജയിലിൽ ഒരു ദൈവദാസി കടന്നു വരാൻ ഇടയായി. അവരുടെ പേര് റേച്ചൽ ബെന്നി എന്നാണ്. അവരെങ്ങനെ യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്ന എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി, ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ പിറന്നവനല്ലേ, ഞാൻ എങ്ങനെയാണ് ഈ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷ കിട്ടുമോ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല എന്നൊക്കെ എന്നെ ഇങ്ങനെ ഞാൻ ആ ദേവദാസൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ പറഞ്ഞു യേശു മാത്രമാണ് യഥാർത്ഥ സത്യദൈവം എന്നൊക്കെ എന്നെ പറഞ്ഞു. എനിക്കത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു. എന്നെ ദൈവസ്നേഹം, യേശുവിന്റെ സ്നേഹം എന്നെ കൂടുതൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായിരിക്കും അങ്ങനെ എന്നൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. എങ്കിലും കൂടുതലായിട്ട് എനിക്കൊന്നും അറിവില്ല. അങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരം സെൻറ്ററിൽ ചെന്നു. തിരുവനന്തപുരം സെൻറ്ററിൽ ചെന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ പ്രസംഗിക്കുന്ന കേൾക്കുന്നു, ആരാധന കേൾക്കുന്നു. സത്യത്തിലും ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കുന്ന എന്നുള്ളൊരു ബോധം എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു വിഗ്രഹകാരനിൽപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ യേശുക്രിസ്തു കൂടി തന്നെ രക്ഷ കിട്ടുമെങ്കിൽ, അങ്ങനെയെങ്കിൽ എനിക്കൊരു തീരുമാനം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു. എങ്ങനെയാണ് രക്ഷ പല രീതിയിലുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത് കൂടുതൽ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നി.